ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ ചേർത്ത സ്വാദോട് കൂടിയ സ്പൈസി ആൻഡ് ഡ്രൈ ഫ്രൈ ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റ് ആയാലോ? നമുക്ക് ലഭ്യമായ ചേരുവകൾ ചേർത്ത് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് നീളത്തിൽ മുറിച്ചെടുത്ത 300 ഗ്രാം സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മീഡിയം സവോള ആയാലും മതിയാകും. ഇതൊന്ന് കൈകൊണ്ട് ഒന്ന് പിരുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ നിറത്തിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂണിൽ കൂടുതലാകാൻ പാടില്ല. അതേസമയം കോൺഫ്ലോർ കൂടി പോയാൽ നല്ല സ്റ്റിക്കി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, കൂടുതലാകാണ്ടിരുന്നാൽ മതിയാകും. അതുപോലെ ഉള്ളി നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ മസാല കൂട്ടുകളെല്ലാം നല്ല ചേർന്ന് വരത്തക്ക രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. ഇത് ഏകദേശം ഒന്ന് ചേർന്ന് വരുമ്പോഴേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാൻ ചൂടാക്കാനായി വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാവുമ്പോൾ മണവും രുചിയും കൂടുതലായിരിക്കും. വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും മതിയാകും. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കടുക് പൊട്ടിയതിന് ശേഷം 10 ഗ്രാം വെളുത്തുള്ളിയും 5 ഗ്രാം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ എഗ് റോസ്റ്റ് ആണല്ലോ ചെയ്യുന്നത്, അപ്പോ നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി പാനിലേക്ക് ഉള്ളിയുടെ മിക്സ് ചേർക്കുന്നതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ മസാല മിക്സിന് നല്ലൊരു കാരമലൈസ്ഡ് കളറും ടേസ്റ്റും കൂടുന്നതോടൊപ്പം തന്നെ ഉള്ളിയിലുള്ള ജലാംശവും കൂടെ ഇത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതാണ് പഞ്ചസാര ഇതിൽ ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങള്. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാകും, ഒരുപാട് ചേർക്കേണ്ടതില്ല. ഇനി നമ്മുടെ ഈ മിക്സ് കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 3 തൊട്ട് 4 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ മിക്സ് ചെയ്യാതെ തന്നെ വച്ചേക്കണം. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2ആയി മുറിച്ചെടുത്ത 3 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ 3 ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മുളക് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്, അത് 1 ടീസ്പൂൺ, 2 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ കണ്ടോ, ഉള്ളി നല്ല ക്രിസ്പിയായി തന്നെ വന്നു. ഇനി നമുക്ക് സ്റ്റൗ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ട കൂടെ ചേർത്തെടുക്കാം. ഇവിടെ നല്ല തോടൊക്കെ കളഞ്ഞ് കഴുകി അതിന്റെ ജലാംശമൊക്കെ തോർത്തിയെടുത്ത 4 താറാവ് മുട്ടയാണ് ചേർക്കുന്നത്. നമുക്കതിന് പകരം കോഴിമുട്ട ചേർക്കാവുന്നതാണ്. മസാല മുട്ടയിലേക്ക് നന്നായി പിടിക്കണമെങ്കിൽ മുട്ട ചേർക്കുന്നതിന് മുന്നേ മുട്ടയുടെ 4 വശവും ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കഴിഞ്ഞാൽ മുട്ടയ്ക്കുള്ളിലേക്ക് നന്നായി മസാല പിടിക്കും. ഇപ്പൊ ഏകദേശം മസാല എല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും
1/8 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ശരിക്കും പറഞ്ഞാൽ ഉള്ളിയുടെ മസാല മിക്സ് ചെയ്തപ്പോഴും മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, അതിനുശേഷം ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രൈ എഗ് റോസ്റ്റ് തന്നെയാണ്. കൂടാതെ നമുക്ക് ഈ റോസ്റ്റ് പ്രഭാത ഭക്ഷണത്തോടൊപ്പം മാത്രമല്ല, ഡിന്നർ റെസിപ്പീസിനോടും ഊണിനോടൊപ്പവും കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു വിഭവമാണിത്. നമുക്ക് വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോഴും സ്പെഷ്യൽ ഡേയ്സിനൊക്കെ വെറൈറ്റി ആയി ചെയ്യാവുന്നൊരു റെസിപ്പിയും കൂടെയാണിത്. അതുപോലെ തന്നെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്